മണക്കാട്ടെ 1-2-3 പ്രസംഗത്തിന്റെ പേരിൽ ജയിലിൽ പോയ എം എം മണിയെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 6 മാസത്തേക്ക് മാറ്റി നിർത്തിയുമാണ് CPM ശിക്ഷിച്ചത്. എന്നാൽ എം എം മണി പിന്നെയും വിവാദ പരാമർശങ്ങൾ ആവർത്തിക്കുന്നു. ഉയർന്ന കൂലിക്കും ബോണസിനും വേണ്ടി സമരം ചെയ്ത വനിതാ കൂട്ടായ്മയെ മോശം വാക്കുകൾ കൊണ്ട് കളങ്കപ്പെടുത്തിയ എം മണിയുടെ പരാമർശത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തള്ളിയതോടെ വീണ്ടും ഒരു നടപടി സാധ്യത തെളിയുകയാണ്. അത്തരം പരാമർശങ്ങളോട് പാർട്ടി യോജിക്കുന്നില്ല. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്, എന്തൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയ ഭാഗങ്ങൾ പാർട്ടി പ്രത്യേകമായിട്ട് പരിശോധിക്കും. എം എം മണിക്കെതിരെ നടപടി വേണമെന്ന് മറ്റു വനിതാ നേതാക്കൾക്കൊപ്പം മന്ത്രിസഭയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായ ജെ മേഴ്സിക്കുട്ടിയമ്മയും പരസ്യമായി ആവശ്യപ്പെട്ടു. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സ്ത്രീകളെ അപമാനിക്കുന്നത് ഏത് ഉന്നത തലത്തിലിരിക്കുന്നവരാണെങ്കിലും അത് തിരുത്തപ്പെട്ടേ മതിയാവും. ഉന്നയിക്കും. ഞാനത് എൻ്റെ വേദികളിൽ ഉന്നയിക്കുന്നു. മണിയുടെ പരാമർശത്തിൽ CPM-ലെ വനിതാ നേതാക്കളാകെ കടുത്ത അമർഷത്തിലാണ്. PK ശ്രീമതിയും TN സീമയും പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു. ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമായി എം എം മണിയുടെ പ്രസ്താവന മാറുമെന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.